IEC സോറി, ഞാൻ ഈ ആൻസേഴ്സ് കാണുന്നില്ല. സെപ്പറേറ്റ് ആയി ചെയ്താലും സെയിം ആൻസർ. അതെ അതെ, അത് അങ്ങനെ ചെയ്താലും സെയിം തന്നെ കിട്ടാം. മുഹമ്മദ് നിയാസിന് കയറാൻ പറ്റുന്നില്ല. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക കേട്ടോ. ഞാൻ നിങ്ങളെ ആൻസർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടത്. ഓക്കെ ഓക്കെ, 2 ആംപിയറിന് എഴുതണേ. അപ്പൊ ഇതിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ ഞാനൊരു അസൈൻമെന്റ് ഒക്കെ തരാം. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാലാണ് എക്സാമിന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും സ്റ്റാർ ഡെൽറ്റയും. ഇതിൽ ചെറിയൊരു 2 ടോപ്പിക് ഉണ്ട്, അതും കൂടി ഞാനിപ്പോൾ എടുക്കാം. ഓക്കെ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആണ് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെ. അപ്പൊ ആ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും എനർജി സ്റ്റോർഡും VI റിലേഷൻസും അത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇൻഡക്ടറിന്റെ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡെറിവേഷൻ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഇതിൽ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ലിസൺ ഹിയർ. Inductance, we know that inductance is the property of a material by which it opposes any change in the current flowing through it. അല്ലെ, ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, it's the property of a material by which it opposes any change in the current flowing through it. For example, consider a wire of certain length. ഒരു വയറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. When it is twisted into a coil, it becomes a basic inductor. മനസ്സിലായോ? ഒരു കോയിലിനെ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡക്ടറായി മാറി. ഓക്കെ, നൗ സപ്പോസ് ഇഫ് കറന്റ് ഈസ് മെയ്ഡ് ടു പാസ് ത്രൂ ദ ഇൻഡക്ടർ, ഒരു കറന്റായി ഇൻഡക്ടറിൽ കൂടെ പാസ് ചെയ്യാന്ന് വിചാരിക്കാം. ദെൻ എന്ത് സംഭവിക്കും അവിടെ? ഇറ്റ് ഈസ് എൻ ഇൻഡക്ടർ. ബിക്കോസ് ഓഫ് ദാറ്റ് an electromagnetic field will form. അല്ലെ, ആ ഇൻഡക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാവുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. A change in current produce change in electromagnetic field. അതായത് ഈ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. Which induces a voltage across the coil according to Faraday's law of electromagnetic induction. അതായത് ഈ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ഓൾസോ വിൽ ചേഞ്ച്. സോ ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് വിൽ ഡെവലപ്പ്. അല്ലെ, അതായത് അക്കോർഡിംഗ് ടു Faraday's law of electromagnetic induction. ഓക്കെ, Faraday's law of electromagnetic induction നിങ്ങൾ +2 പഠിച്ചുള്ളതാണ്. നമുക്ക് അത് ഇനിയും സെക്കൻഡ് മൊഡ്യൂളിൽ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഉണ്ടാവുന്ന വോൾട്ടേജിനെ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് V is equal to LdI/dt. Voltage across inductor, V is equal to LdI/dt, where V is the voltage across the inductor in volt and I is the current through the inductor in ampere and L is the inductance. Okay, so this V is equal to LdI/dt. V is equal to LdI/dt. ഈ ഡി ഐനെ മാത്രം ഇവിടെ നിർത്തി. അപ്പൊ എന്തായി? 1/L V dt. 1/L V dt. Now we can integrate both sides. Integral 0 to t di is equal to 1/L integral 0 to t V dt. So ഇവിടെ integrate ചെയ്യുമ്പോൾ I of t minus I of 0 is equal to 1/L integral 0 to t V dt. So I of t is equal to 1/L integral 0 to t V dt plus I0. സിമ്പിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? I0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കറന്റ് ആണ്. 1/L integral 0 to t V dt plus I0. സോ കറന്റ് ഇൻ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കറന്റ് ഫ്ലോ ചെയ്യും, കറന്റ് ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. കറന്റ് ഇൻ ആൻ ഇൻഡക്ടർ ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ this integral of voltage, the 1/L integral V dt. Integral of voltage across its terminal and its initial current. Initial current എന്ന് പറയുന്നത് I0. ഓക്കെ, അതാണ് VI റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പറയണ്ടല്ലോ, ഒരാശം പറയാം. അതായത്
ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് VL/di/dt. V എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, L എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ് ആണ്, I എന്ന് പറയുന്നത് കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ. സോ ഈ V ഈസ് ഈക്വൽ ടു L/di/dt ഡിഐനെ മാത്രം ഇക്വേഷനിൽ ഇപ്പുറത്ത് നിർത്തി, ഡിഐനെ ഇപ്പുറത്ത് നിർത്തി, ബാക്കി എല്ലാ ടേംസിനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 1/L v/dt. അത് കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ 0 to t di ഈസ് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ 0 to t v/dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് I of t മൈനസ് I of 0 ഈസ് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ 0 to t v/dt എന്ന് കിട്ടി. സോ I of t ഈസ് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ 0 to t v/dt പ്ലസ് I0. I0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കറന്റ്. So current in an inductor is dependent upon the integral of voltage across its terminal and its initial current in the coil, I0. Clear? That's the voltage current relationship of an inductor. Now, what about the power absorbed by inductor? We power calculate P is equal to voltage into current. P is equal to voltage into current. So voltage and the inductor across all voltage L/di/dt and current in the I ആണ്. So പഠിക്കാനുള്ള ഡെറിവേഷൻ എന്താണ്? എനർജി സ്റ്റോർഡ് ബൈ എൻ ഇൻഡക്ടർ. എനർജി സ്റ്റോർഡ് ബൈ എൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t p/dt. സോ ഇന്റഗ്രൽ 0 to t പിക്ക് പകരം നമുക്ക് എന്ത് കിട്ടി? L/di/dt ഇൻറ്റു I/dt. ഇതിന്റെ മുകളിലുള്ള എക്സ്പ്രഷൻ ഇത് P. ഇത് പിക്ക് പകരം L/di/dt ഇൻറ്റു I. അത് ഇതിലിട്ട് കൊടുത്തു, L/di/dt ഇൻറ്റു I/dt. ഓക്കെ, നൗ L ഈസ് എ കോൺസ്റ്റന്റ്. L ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ബാക്കി ടേംസ് ഇന്റഗ്രൽ 0 to t I/di/dt ഇൻറ്റു dt. ഇതിൽ ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആയി. ഇപ്പൊ L ഇന്റഗ്രൽ 0 to t I/di. സോ L അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I²/2. സോ അത് നമുക്ക് ഹാഫ് LI² കിട്ടും. അതായത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/2 LI² ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? എനർജി നമുക്കറിയാം, ഇൻഡക്ടറിന്റെ പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I ആണ്. അപ്പൊ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് L/di/dt ആണ് ഇൻറ്റു I. ഇനി നമ്മുടെ എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാൻ എനർജി സ്റ്റോർഡ് ബൈ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t p/dt ആണ്. അപ്പൊ പിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, L/di/dt ഇൻറ്റു I. ഓക്കെ, അപ്പൊ അതിൽ ഡിറ്റിയും ക്യാൻസൽ ആയി. ഇപ്പൊ L കോൺസ്റ്റന്റും ആണ്. അപ്പൊ L ഇന്റഗ്രൽ 0 to t I/di വന്നു. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ LI²/2. സോ എനർജി സ്റ്റോർഡ് ഇൻ ആൻ കപ്പാസിറ്റി. ഇത് എക്സാമിന് ഫോർമാൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. റൈറ്റ് ഡൗൺ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഓക്കെ, പ്രോബ്ലം ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ഇൻഡക്ടറിന്റെ കേസ്? ഇസ് ഇറ്റ് ക്ലിയർ? കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. നൗ ദ കേസ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ഇവിടെ ഇലക്ട്രോ മെക്കാനിക്കൽ അല്ല, ഇലക്ട്രിക് ചാർജസ് ആണ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ളതാണ് കപ്പാസിറ്റർ. എനി ടു കണ്ടക്ടിങ് സർഫസസ് സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റിംഗ് മീഡിയം എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് എ കപ്പാസിറ്റർ. ഇതാണ് കപ്പാസിറ്ററിന്റെ ഡിനോട്ട് ചെയ്യുന്ന ഇത് കപ്പാസിറ്റർ അല്ലേ? സോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇൻഡക്ടറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓപ്പോസിറ്റ് ചാർജസ് ഓൺ ദ 2 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഇതിലെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ഈസ് ഈക്വൽ ടു എന്താണ്? Q/V. C എന്ന് പറയുന്നത് Q/V. ആൻഡ് I, അതായത് കപ്പാസിറ്റർ കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ I ഈസ് ഈക്വൽ ടു എന്താണ്? C dV/dt. കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് I C dV/dt, where V is the voltage across the capacitor and I is the current through the capacitor. Okay, so I is equal to C dV/dt. ആ ഇക്വേഷൻ എടുക്കാം.
I is equal to C dV by dt. ഇത് I is equal to C dV by dt. സോ ഇതിൽ നിന്ന് dv മാത്രം ഇവിടെ നിർത്തിയ ബാക്കി എന്തായി 1 by C I dt. Now similarly നേരത്തെ ഇൻഡക്ടറിന്റെ കേസിൽ ചെയ്ത പോലെ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇന്റഗ്രൽ 0 to t dv is equal to 1 by C ഇന്റഗ്രൽ 0 to t I dt. Okay, so V of t minus V of 0 is equal to 1 by C is a constant integral I dt. അപ്പോൾ V of t minus V of 0 is equal to 1 by C integral 0 to t I dt. V of t എന്ന് പറയുന്നത് 1 by C integral 0 to t I dt plus V0. So V of t എന്ന് പറയുന്നത് 1 by C integral 0 to t I dt plus V0. V0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. നേരത്തെ ചെയ്ത പോലെ തന്നെ. Okay. Now the voltage in the capacitor is dependent upon the integral of the current through it and the initial voltage across it. Just ഒന്ന് ചെയ്ത് നോക്കാം, നോട്ട്ബുക്കിൽ നോട്ടും എഴുതാം. Okay. Now what is the power absorbed by the capacitor? ഇവിടെയും പവർ കണ്ടുപിടിക്കാൻ നമുക്ക് V into I ആണ്. So V into Iക്ക് പകരം നമുക്ക് എന്താണ്? C dV by dt. Now what is energy stored by the capacitor? നോട്ട്സ് ഒക്കെ സെൻഡ് ചെയ്യാം, അത് എഴുതിയിരിക്കണ്ട, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എനർജി സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത് ഈ ഇന്റഗ്രൽ 0 to t p dt ഒക്കെ ജസ്റ്റ് ലൈക്ക് ഇൻഡക്ടർ. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഇന്റഗ്രൽ 0 to t v c dv by dt dt. ഈ ഡിടിയും ഡിടിയും ക്യാൻസൽ ആയി. അപ്പൊ സി ഇന്റഗ്രൽ 0 to t v dv. ഓക്കെ, അപ്പൊ സി വി സ്ക്വയർ ബൈ 2 ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഹാഫ് സി വി സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഹാഫ് സി വി സ്ക്വയർ. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് പറഞ്ഞത് ഫാരഡ്. ഈ ചെറിയ രണ്ടൊരു നോട്ടേ ഉള്ളൂ, ഇതിൽ പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് 1 by 2 L I സ്ക്വയർ. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1 by 2 C V സ്ക്വയർ. നോട്ട് ഞാൻ ഇത് ഇന്ന് തന്നെ ഇടാം ഗ്രൂപ്പിൽ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളില് ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നത് കിർച്ചോഫ്സ് കറന്റ് ലോ ആൻഡ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, കറന്റ് ഡിവിഷൻ റൂൾ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ, പിന്നെ ഈ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്ററും എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ. ഇത്രയാണ് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പ്രോബ്ലംസ് ഏതൊക്കെയാണ്? 3 മെയിനും 2 അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതായിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പഠിച്ച സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. പിന്നെ കറന്റ് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും അപ്ലൈ ചെയ്യാൻ പഠിച്ചു. പിന്നെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസും സ്റ്റാർ ഡെൽറ്റയും. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു അസൈൻമെന്റ് ഞാൻ തരാം. ഇനി നിങ്ങൾ പറയേണ്ടത് എനിക്കൊരു ഡേറ്റ് കിട്ടണം, എന്നാണ് എക്സാം നടത്താൻ പറ്റിയ ഒരു ഡേറ്റ്. ഫസ്റ്റ് മൊഡ്യൂള് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടായാലും മതി. നിങ്ങൾ നന്നായി ഇരുന്ന് പഠിക്കണം, എല്ലാ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. എന്നാണ് നമുക്ക് എക്സാം വേണ്ടത്? ഇന്ന് വെനസ്ഡേ അല്ലേ? നെക്സ്റ്റ് വെനസ്ഡേ എക്സാം ആയാലോ? നെക്സ്റ്റ് വെനസ്ഡേ ഷാൽ വി കണ്ടക്ട് ദ എക്സാം? ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേ ആകുമ്പോഴേക്കും എല്ലാവരും ചെയ്തൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സെക്കൻഡ് മൊഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് ജസ്റ്റ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മാഗ്നറ്റിക് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ഡൗട്ട് ഇല്ലാത്തവര് ലീവ് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് മൊഡ്യൂള് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഞാൻ ഡൗട്ട് ഇല്ലാത്തവര് ലീവ് ചെയ്തോളൂ, ഡൗട്ട് ഉള്ളവര് ചോദിക്കാം.